റോഷിബാൽ കൂടി ചേരുന്നു. റോഷിബാൽ, എന്താണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ഈ ഹൈക്കമാൻഡ് ഒറ്റയ്ക്ക് ഒരു കൺഫ്യൂഷൻ, ഒരു പ്രഷർ അനുഭവിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആ സമ്മർദ്ദത്തിന് ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാതെ മുതിർന്ന നേതാക്കളുടെ വിശ്വാസത്തെ കൂടി ഉൾപ്പെടുത്തി അവരുടെ കൂടി അഭിപ്രായം ചോദിക്കുന്നതാണല്ലോ ഈ ഏറ്റവും അവസാനം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അതിൽ മുൻ KPCC അധ്യക്ഷന്മാരും വർക്കിംഗ് പ്രസിഡന്റുമാരുമായൊക്കെ ഇങ്ങനെ മാരത്തണായി ഇവർ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. പക്ഷേ അവിടെയും ഇവരോട് സംസാരിക്കുമ്പോഴും KC വേണുഗോപാലിനാണ് കൂടുതൽ പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കണ്ടതുപോലെ കോൺഗ്രസിന് ഈ MLA-മാരുടെയും മുതിർന്ന നേതാക്കളുടെയും ഒക്കെ കൂടുതൽ പിന്തുണ ആർക്കാണെന്ന് നോക്കി ഒരു പേരിലേക്ക് എത്തുകയാണെങ്കിൽ അത് KC തന്നെ ആയിരിക്കുമെന്നല്ലേ ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്? പ്രഖ്യാപനം വൈകുന്നത് എന്തുകൊണ്ടാണ്? റോഷ്നി, നിലവിലെ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ആശയക്കുഴപ്പത്തിലാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും കൂടുതൽ നേതാക്കളെ ദില്ലിയിലേക്ക് വിളിപ്പിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത്. നിയമസഭാ കക്ഷിയിലെ ഭൂരിപക്ഷം പരിശോധിക്കുകയാണെങ്കിൽ KC വേണുഗോപാലിനെ നിയമസഭാ കക്ഷി നേതാവായി നിയമിക്കേണ്ടി വരും. അതേസമയം തന്നെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയെ മുസ്ലിം ലീഗിന്റെ അഭിപ്രായമുണ്ട്. അത് VD സതീശന് അനുകൂലവുമാണ്. ആ അഭിപ്രായം മാനിക്കുകയാണെങ്കിൽ VD സതീശനെ പരിഗണിക്കേണ്ടി വരും. ഏതായാലും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ, അത് MP-മാർ, മുൻ KPCC അധ്യക്ഷന്മാർ, അങ്ങനെ ഏറ്റവും മുതിർന്ന നേതാക്കൾ, ഇവരൊക്കെ ഇതിലൊക്കെ ഭൂരിഭാഗം പേരുടെയും പിന്തുണ KC വേണുഗോപാലിന് ലഭിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ജനഹിതം ആർക്കനുകൂലം എന്നൊരു ചോദ്യമുണ്ട്. അത് തെരുവിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ, മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലെ ക്യാമ്പയിൻ, ഇതൊക്കെ പരിശോധിച്ചിട്ടാണോ ഇനി ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും നിലവിൽ തെരുവ് യുദ്ധത്തിന് സമാനമായ രീതിയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശിനു വേണ്ടി പ്രതിഷേധ പ്രകടനങ്ങൾ നടന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ പ്രവർത്തകർ തമ്മിൽ ഒരു ഭിന്നത നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കി തന്നെയാണ് ഹൈക്കമാൻഡ് ഒരു കൂളിംഗ് പീരീഡ് എന്ന നിലയിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിക്കാം എന്ന് കരുതിയത്. പക്ഷെ അതിനിടയിൽ മറ്റൊരു അഭിപ്രായം കൂടി ഉണ്ടായി. എല്ലാ നേതാക്കളുടെയും കൂടെ അഭിപ്രായം ആരായാം. ആദ്യഘട്ടത്തിൽ രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അഭിപ്രായം തേടിയതിനു ശേഷം ഇനി ചർച്ചയില്ല എന്നായിരുന്നു ഹൈക്കമാൻഡിന്റെ നിലപാട്. പക്ഷെ ആ നിലപാട് പൊടുന്നനെ ഹൈക്കമാൻഡ് മാറ്റുകയായിരുന്നു. അതിന് പകരം പുതിയ 10 നേതാക്കളെ തീരുമാനിക്കുന്നു. ആ 10-ൽ 8 പേരും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരാണ് എന്നതാണ് കൗതുകകരമായ കാര്യം. അതിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടി രാഹുൽ ഗാന്ധി ഇനി സംസാരിക്കാണ്ട് ഇവർ രണ്ടുപേരും ദില്ലിയിലേക്ക് പോയിട്ടില്ല. അവർ ടെലിഫോണിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു വിളി അവർ കാത്തിരിക്കുകയാണ്. ഏതായാലും ഇന്ന് രാത്രിയോടെ തീരുമാനം ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിക്കുന്നു. 3 ക്യാമ്പുകളും അമിത ആത്മവിശ്വാസത്തോടെയാണ് കാത്തിരിക്കുന്നത്. MLA-മാരുടെ ഭൂരിപക്ഷത്തിൽ KC വേണുഗോപാൽ ക്യാമ്പ് പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ സീനിയോറിറ്റിയിലും സോണിയാഗാന്ധിയിലും പ്രതീക്ഷ അർപ്പിച്ച് രമേശ് ചെന്നിത്തലയും, ഒപ്പം ഈ മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ നിലപാടിൽ പ്രതീക്ഷ അർപ്പിച്ച് VD സതീശൻ വിഭാഗവും കാത്തിരിക്കുന്നവർ ആഘോഷങ്ങൾക്ക് തയ്യാറെടുത്ത് തന്നെയാണ്. ഇന്ന് പ്രഖ്യാപനം വന്നാൽ തൊട്ടു പിന്നാലെ വലിയ ആഘോഷങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകൾ എല്ലാ ക്യാമ്പുകളും നടത്തിക്കഴിഞ്ഞു. അതേസമയം തന്നെ പല കോണുകളിൽ നിന്നും ഈ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാത്തതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് BJP അടക്കം ഇതിൽ രാഷ്ട്രീയ ആയുധമാക്കി കഴിഞ്ഞു. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെയും ജമാഅത്ത് ഇസ്ലാമിന്റെയും സമ്മർദ്ദത്തിന് വഴങ്ങുകയാണ് കോൺഗ്രസ്. അതുകൊണ്ടാണ് തീരുമാനം വൈകുന്നത് എന്നടക്കമുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ BJP നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. വലിയ രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ BJPയുടെ ക്യാമ്പയിൻ നടക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമിയാണ് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത്, മുസ്ലിം ലീഗാണ് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് എന്ന അജണ്ടയാണ്, രാഷ്ട്രീയ അജണ്ടയാണ് അവിടെ BJP നേതാക്കളുടെ ഭാഗത്ത് ഉയരുന്നത്. അതോടുകൂടി കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായും പ്രതിസന്ധിയിലാണ്. എന്താണ് തീരുമാനിക്കുക, തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രത്യാഘാതം എന്താണ്, ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷം ഇന്ന് രാത്രിയോടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. റോഷ്നി, ഏറ്റവും ഒടുക്കമുള്ള പ്രതീക്ഷയാണത്. റോഷിബാലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ ചർച്ചയ്ക്ക് ഒടുക്കമെങ്കിലും കോൺഗ്രസ് ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുമോ എന്ന് അറിയണം. അതോ ഇനി ഈ ചർച്ചയ്ക്ക് ശേഷവും ഹൈക്കമാൻഡ് വലിയ ചുഴിയിലേക്ക് ആ ചുഴിയിൽ അകപ്പെടുമോ എന്നുള്ളതും കണ്ടു തന്നെ അറിയണം. ഇപ്പോൾ കർണാടക, ഹിമാചല്, തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളിൽ വലിയ ബഹളങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും MLA-മാരുടെയും മുതിർന്ന നേതാക്കളുടെയും പിന്തുണ മാത്രം നോക്കിയാണ് മുഖ്യമന്ത്രി ആരെന്നുള്ളതിൽ പരിഗണനയുണ്ടായത്. അപ്പോൾ അതുതന്നെ ആയിരിക്കുമോ ഇവിടുത്തെ ഫോർമുല? അതോ ഇനി അവസാന ഘട്ടത്തിൽ തർക്കം മുറുകുന്ന സാഹചര്യത്തിൽ മറ്റു ഫോർമുലകളിലേക്ക് ഏറ്റവും അവസാന നിമിഷം ഹൈക്കമാൻഡ് കടക്കുമോ എന്നുള്ളതും കണ്ടറിയണം.